വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രി എക്സാമിന്റെ റിവ്യൂ ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ എക്സാമും തീർന്നിരിക്കുകയാണ് അല്ലേ. ഇതിൽ നമ്മുടെ ലാസ്റ്റ് എക്സാം ആയിട്ടുള്ള കെമിസ്ട്രിയുടെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രൈറ്റ് ആയിട്ടായിരുന്നു മുടിയൊക്കെ കിട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇന്ന് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പൊ ഞങ്ങൾ ക്ലാസ്സിന്റെ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിനാണ് ഇങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അമ്മ കെട്ടി തന്നാണ്. സാധാരണ ഞാൻ ഇങ്ങനെ ഒന്നും കെട്ടാറില്ല, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഒന്നും കെട്ടുന്നത്. അപ്പൊ നമ്മുടെ കെമിസ്ട്രിയുടെ പേപ്പർ ഇതാണ്. നല്ലൊരു പേപ്പർ ആയിരുന്നു കേട്ടോ. ഐ റിയലി ലൈക്ക് ഇറ്റ്. അടിപൊളി പേപ്പർ ആയിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് പറയാം അല്ലെ. ഒന്നാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് കേട്ടോ. എ ഇസ് കറക്റ്റ് ബട്ട് ബി ആർ ഇൻകറക്റ്റ്. അപ്പം ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അത് ഞാൻ തെറ്റിച്ചു ഗൈസ്. ഞാൻ ശ്രദ്ധിച്ച പോലും ഇല്ല, അതുകൊണ്ട് അത് തെറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇത്ര എക്സാംസിൽ എനിക്ക് തോന്നുന്നു ഫിസിക്സും ഹിന്ദിയും ഒക്കെയാണ് ഞാൻ എന്താ പറയുക ഈ ഒരു വൺ വേർഡ്സ് തെറ്റിക്കാതിരുന്നിട്ടുള്ളത്. ബാക്കി എല്ലാ എക്സാമ്പിളും എൻ്റെ ഒരു വൺ വേർഡ് വെച്ച് തെറ്റുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തായാലും ഞാൻ വായിച്ചൊക്കെ നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കിയില്ലെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ട്. സോ അതുകൊണ്ട് അത് തെറ്റിപ്പോയി. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് എ ആമത്തെ ആയിരുന്നു കേട്ടോ ഓപ്ഷൻ. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്. അത് തെറ്റാണ് ആൻസർ. സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കുന്നത്. അതെന്റെ ആ ഒരു എന്താ പറയുക ചിന്ത വേറെ ഏതോ സ്ഥലത്തായി പോയുള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ വന്നത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ബട്ട് 2 and 3 ആർ ഇൻകറക്റ്റ്. പിന്നെ മൂന്നാമത്തെ ആൻസർ എ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഞാനത് വായിച്ചതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ടേൺസ് ക്ലിയർ, ലൈവ് വാട്ടർ ടേൺസ് മിൽക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചതായിരുന്നു. പിന്നെ ആണെങ്കിൽ ഗൈസ് നാലാമത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. Z/X അതാണ് ആൻസർ വരുന്നത്. പിന്നെ ആണെങ്കിൽ അഞ്ചാമത്തെ സോൾബിലിറ്റിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ബിയാമത്തെ ക്വസ്റ്റ്യൻ മിക്കവാറും തെറ്റാനാണ് ചാൻസ്. കാര്യം എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ ബിയാമത്തത്. അപ്പം അങ്ങനെയാണ്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആന്ത്രസൈറ്റും P2 അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഏഴാമത്തെ എന്ന് പറയുന്നത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഗൈസ്. അതില് ഏഴാമത്തെ എനിക്ക് എന്താണ് ഡൗട്ട് ഉണ്ട്. ഞാൻ ബി എഴുതിയിട്ടുണ്ടായിരുന്നത് പീരീഡ് നമ്പർ 4 ആയിരുന്നു. ഏഴാമത്തെ എങ്ങനെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും ഗൈസ് എനിക്ക് മനസ്സിലായില്ല. ഈ പെനൾട്ടിമേറ്റ് ഷെൽ എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റത്തിന് മുമ്പത്തൊക്കെ ആയിട്ട് വരുമല്ലോ, എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല കേട്ടോ അത്. പിന്നെയാണെങ്കിൽ എട്ടാമത്തെ എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു. ഞാൻ എട്ടാമത്തെ എ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കെമിക്കൽ ഫോർമുല ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും എഴുതിയിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ഡ്രൈ ഐസ്, സോളിഡ് ഐസ്, അതിനെ പറ്റി. അപ്പൊ ഗൈസ് ഇതിന്റെ ഇടയ്ക്ക് അനീതി വന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡ്രൈ ഐസിനെ പറ്റി നമ്മൾ പറഞ്ഞു, അങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണെങ്കിൽ യെസ് ഗൈസ്, അടുത്തായിട്ട് വന്നിട്ടുള്ളത് ബി ക്വസ്റ്റൻ ആണ്. അതിന്റെ തന്നെ ബി ക്വസ്റ്റൻ അല്ല, ബി ഓർ ക്വസ്റ്റൻ ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റൻ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ 9ാമത്തെ ക്വസ്റ്റൻ ആയിരുന്നു. അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ബെൻസീൻ ആയിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും കണ്ടോ. അപ്പൊ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഗൈസ് അതിന്റെ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ബെൻസീൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 10ാമത്തെ ക്വസ്റ്റൻ ആയിരുന്നു നൈട്രജൻ ഇസ് ദ അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പം റൈറ്റ് ഇനി 1 യൂസ് ഓഫ് നൈട്രജൻ. നൈട്രജന്റെ യൂസ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. ഇപ്പൊ തന്നെ ഫുഡ് പാക്കറ്റ്സിൽ എയർ ആയിട്ടുള്ളത്, ടയേഴ്സിൽ, വെഹിക്കിൾസിൽ, ടയേഴ്സിലൊക്കെ ഉള്ളത് നൈട്രജൻ ആണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെ മെറിറ്റും ഡിമെറിറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെട്ടി പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലത്തെ എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ആണെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 11ാമത്തെ ക്വസ്റ്റ്യനിൽ എ ആണ്, അതും ഞാൻ എഴുതി. ബിയും എഴുതിയിട്ടുണ്ടായിരുന്നു. ഏഴാമത്തെ എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിനെ പറ്റിയിട്ടായിരുന്നു. അത് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നിട്ട് അതിലത്തെ എന്താ പറയാ റെഡ്യൂസിങ് ഏജന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും സിമ്പിൾ ആയിരുന്നു. പിന്നെ ആണെങ്കിൽ ബിയാമത്തെ ഒരു ക്വസ്റ്റിന് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന റിയാക്ഷൻ അത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പിന്നെ ഓക്സിഡൈസിങ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ 12ാമത്തെ നമ്മുടെ ബീക്കറിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ടുള്ളത് ഏതാണ്, പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പിന്നെ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് അത് ഏതാണ്. എനിക്കത് ഡൗട്ട് ഉണ്ട് കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട് 12ാമത്തത്. പിന്നെ 13ാമത്തെ എ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ബി എഴുതിയിട്ടുണ്ടായിരുന്നു. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ബി ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സോഡിയത്തിന്റെ 11, ഓക്സിജന്റെ 8. അപ്പം അതിലത്തെ കാറ്റോണും പിന്നെ കെമിക്കൽ ഫോർമുലാസ് ഏതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഗൈസ് അടുത്തത് വന്നിട്ട് 14 ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ബിയാമത്തെ LPG എന്ന് പറയുന്നത് ബെൻസീൻ ആണ്. സിയാമത്തെ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്ലോറിൻ ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ ഗൈസ് റിയാക്ടൻസ് നീഡഡ് ടു പ്രിപ്പയർ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. സൾഫ്യൂരിക് ആസിഡ് എന്തുകൊണ്ടാണ് എന്നുള്ളത് അത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ 16ാമത്തെ ഈ അല്ലോട്രോപ്പി എന്താണ്, ആ ഒരു ഫിനോമിനൻ നമ്മൾ ഡെഫിനേഷൻ ഇല്ലേ, അതിന്റെ ഫിനോമിനനെയാണ് അല്ലോട്രോപ്പി എന്ന് വിളിക്കുന്നത്. പിന്നെയാണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ്, അതിന്റെ ആണ് ബിയാമത്തെ ആൻസർ. ബക്കി ബോൾസ് എന്ന് വിളിക്കുന്നത് ഫുള്ളറിനെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഓക്സിജനും ഓസോണിന്റെ ഉണ്ട് അല്ലോട്രോപ്പ്. അത് ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ എ ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, ഓർ ക്വസ്റ്റ്യൻ ബി എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ട്രൂ സൊല്യൂഷന് സസ്പെൻഷനെ പറ്റിയിട്ടായിരുന്നു. എ എന്ന് പറയുന്നത് ലൈറ്റ് പാസ് ചെയ്യണത് ബീക്കറിൽ, ഏത് ബീക്കറിലേക്കൂടെയാണ് കാണാൻ പറ്റുന്നത്, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ ബി ആമത്തെ ആ ഒരു ബീക്കർ അനങ്ങി കഴിഞ്ഞാൽ, ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ, അൺഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അതിന്റെ ഒബ്സർവേഷൻ ആയിരുന്നു. പിന്നെ സി ആമത്തെ എന്ന് പറയുന്നത് കൊളോയിഡ് ആണ്. നമുക്കറിയാം അതിലത്തെ പാത്ത് ഭയങ്കര ക്ലിയർ ആയിരിക്കും, ബാക്കി എല്ലാനും നോട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ 18ാമത്തെ 4 മാർക്ക് ഉള്ളതാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ എയും ബിയും ഉണ്ടായിരുന്നു. എ ആമത്തെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ബി ആമത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും കറക്റ്റ് ആവുന്ന നല്ല വിശ്വാസം ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആമത്തെയും ബി ആമത്തെ നല്ല എളുപ്പമായിരുന്നു. നമ്മൾ ആ ഒരു എന്താ പറയുക, ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു എയും ബിയും അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. 2 എണ്ണം ഏകദേശം സെയിം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്ട്രക്ചറൽ ഫോർമുല ചോദിച്ചിട്ടുണ്ടായിരുന്നു, IUPAC നെയിം. പിന്നെ ഏത് ഹോമോലോഗ സീരീസിലാണ് എന്ന് വെച്ചാൽ ആൽക്കീൻ, ആൽക്കൈൻസ്, അതിൽ ഏതാണ് വരുന്നത്. പിന്നെയാണെങ്കിൽ മോളിക്യുലർ ഫോർമുല ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഷെല്ലിൽ വരികയാണെങ്കിൽ അതിന്റെ മോളിക്യുലർ ഫോർമുല ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രക്ചർ വരയ്ക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡ്രോ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും 30 above മാർക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എക്സാം പേപ്പർ ആയിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ 2, 3, 4, 5 തെറ്റൊക്കെ വന്നിട്ടുണ്ടാവും, സ്വാഭാവികം. കാര്യം ഞാൻ ചിന്തിച്ചില്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാം. കാര്യം ഈ 1 വേർഡ് ഫസ്റ്റത്തെ തന്നെ തെറ്റിയപ്പോൾ ഗൈസ് എന്റെ കീഴിൽ ഫുള്ള് പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇത് എഴുതി, പക്ഷെ ഞാൻ അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയില്ല. ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്ന് വരെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് ആർ ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെന്റ്. പക്ഷെ ഈ റീസൺ കണ്ടപ്പോൾ എന്റെ ആ ഒരു ഇത് ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ അത് തന്നെ കറക്റ്റ് ആണെന്ന് വിചാരിച്ച് എഴുതി വെച്ചിട്ടോ. അപ്പോൾ 1 വേർഡ്സിൽ ഒന്നും തെറ്റിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ബാക്കിയുള്ളത് 2, 3 എണ്ണം ചിലപ്പോൾ മിക്കവാറും തെറ്റാൻ ചാൻസ് ഉണ്ട്. കാര്യം എനിക്ക് ഇത്രയൊക്കെ ഡൗട്ട് ഉണ്ട്, ബാക്കിയെല്ലാം കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു എക്സാം ആയിരുന്നു കേട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയത് കൊണ്ട് തന്നെ അധികം മാർക്ക് പോകില്ല നമ്മുടെ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു എക്സാം ആയിരുന്നു എന്റെ അഭിപ്രായത്തില്. 30-ന് മേലെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള മാർക്കിനോട് ചോദിക്കരുത്, എനിക്ക് അറിയൂല ഗൈസ്, എനിക്ക് അങ്ങനെ പറയാൻ അറിയൂല. അതുകൊണ്ടാണ് എന്തായാലും അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ പേപ്പർ ഫുള്ള് കണ്ടോ വരച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ഡൗട്ടൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ വരച്ചിടും കണ്ടോ, വരച്ചിങ്ങനെ ഞാൻ എഴുതിയിടും കേട്ടോ, എന്നിട്ടാണ് ആൻസർ എഴുതുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് എക്സാമിന്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി അടിപൊളി വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട്. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിന്റെ സൈഡിലാണ് കേട്ടോ. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറെ പേർക്കൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമന്റ് ബോക്സ് നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഹൈപ്പിന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. എന്നിട്ട് ഹൈപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ 1.2 പോയിന്റ്സ് തരാൻ പറയും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് ആവും. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. എന്തായാലും ഗൈസ് എന്റെ ടോട്ടോ വിളി ഇനിയുണ്ട്. ഓക്കെ, എന്താ പറയാ, എന്തായാലും ഗൈസ് ഇതൊക്കെയായിരുന്നു നമ്മുടെ കെമിസ്ട്രി എക്സാമിനേഷൻ, നമ്മുടെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. എന്തായാലും ഈ അടിപൊളി വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട്, Q&Aയും കാര്യങ്ങളും. പിന്നെ ട്യൂഷന്റെ കാര്യങ്ങൾ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മൾ അപ്ലോഡ് ആക്കും കേട്ടോ നാളെ. എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സോ ബൈ ഡിയേഴ്സ്.